ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. സംഭവത്തിൽ കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും നടക്കും. പ്രതിക്കെതിരെ ബലാത്സംഗ ആരോപണം ഉയരുന്നു. നെടുങ്കണ്ടം പച്ചടി സ്വദേശിയായ മേരിക്കുട്ടിയെയും മകൻ സജിയെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന പ്രതി സജിയെ 4 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഉപയോഗിച്ച ആയുധങ്ങളും പ്രതിയുടെ മൊബൈൽ ഫോണും കണ്ടെത്താനുണ്ട്. ഒളിവിൽ കഴിഞ്ഞപ്പോൾ മൊബൈൽ മലമുകളിൽ ഉപേക്ഷിച്ചെന്നാണ് സജി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടെത്താൻ തെരച്ചിൽ നടത്തും. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്താൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും 2018-ൽ സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായതിന് പിന്നിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കും. ഇതോടൊപ്പം 2 സ്ത്രീകളെ സജി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിലും അന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യും. ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കി ശാന്തൻപാറ ശങ്കരപാണ്ഡ്യൻ വീട്ടിൽ വീട്ടമ്മ മരിച്ച സംഭവം കൊലപാതകം. സ്വകാര്യ സ്കൂളിലെ ഡ്രൈവറായ ജഗൻ മോഹന്റെ ഭാര്യ ശാന്തി മരിച്ച സംഭവത്തിൽ ജഗൻ മോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ജഗൻമോഹൻ ഇല്ലാതിരുന്ന സമയത്ത് രാമകൃഷ്ണൻ ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. ആണി വാങ്ങാനാണ് രാമകൃഷ്ണൻ ഇവരുടെ വീട്ടിലെത്തിയത്. ശാന്തി ജഗൻമോഹനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. താൻ തിരികെ വന്നതിനു ശേഷം ആണി കൊടുക്കാമെന്ന് ജഗൻമോഹൻ അറിയിച്ചു. ജഗൻമോഹൻ തിരിച്ചെത്തിയപ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ശാന്തിയെ കണ്ടു. ശാന്തി തനിക്ക് ചായ തന്നതിനു ശേഷം കുഴഞ്ഞു വീണതാണെന്ന് രാമകൃഷ്ണൻ ജഗൻമോഹനോട് പറഞ്ഞു. തുടർന്ന് ഇരുവരും ചേർന്ന് പൂപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ ശാന്തി മരിച്ചതായി കണ്ടെത്തി. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ശാന്തൻപാറ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരാണ് ശാന്തിയുടെ കഴുത്തിൽ അസ്വാഭാവികമായ അടയാളം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്വാസം മുട്ടിയാണ് ശാന്തി മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. രാമകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ശാന്തിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മൊഴി നൽകിയതെന്ന് മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ എസ് പറഞ്ഞു. കൊലയ്ക്കുള്ള കാരണം ഇവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടുവന്നതാണ്. അപ്പം കുടുംബത്തിന് ഒരു മോശം പേര് ദോഷം ഉണ്ടാകുന്ന രീതിയിലാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു മോശം പേരുള്ളത് കൊണ്ടാണ് അവരെ കൊന്നു എന്നാണ് പറയുന്നത്. എന്നാൽ സാഹചര്യം വെച്ച് നോക്കുമ്പോഴേക്കും ഒരു റേപ്പിനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ സാഹചര്യങ്ങളുമൊക്കെ വീട്ടിൽ കാണുന്നുണ്ട്. പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.